ഹലോ ഗായ്സ്, ഞാനിന്ന് ഇൻഷോട്ടിനെ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് തരാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ആദ്യം ഫോൺ എടുക്കണം. നമ്മൾ ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻഷോട്ടിൽ കയറണം. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഷോട്ടിലെത്തും. അപ്പോൾ വീഡിയോ ഫോട്ടോ കൊളാബെന്ന് കാണും. നമ്മൾ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മളവിടെ ഞെക്കണം. ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വീഡിയോ എടുക്കാം. അതല്ല, ഫോട്ടോ വീഡിയോ ആക്കുന്നവർക്ക് അപ്പുറത്ത് ഫോട്ടോ എന്ന് പറഞ്ഞ് കാണും. അവിടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് വീഡിയോ ആക്കാം. അത് കഴിഞ്ഞ് ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തു. പിന്നെ പച്ച ടിക്ക് വീണത് അവിടെ നിൽക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഗിൽറ്റർ എന്ന് പറഞ്ഞ അവിടെ ഒരു ഓപ്ഷൻ കാണും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എഡിറ്റ് അവിടെ കിട്ടും. അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പോയി കളറ് മാറ്റാം. നമുക്ക് ഈ കളർ ഇഷ്ടമല്ലേ, നമുക്ക് വേറെ വേറെ കളറാക്കാം. കണ്ടോ, അവിടുന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കളറ് വരും. കണ്ടോ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറാക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ട് AI ഗിൽറ്റർ എന്ന് പറയും. നമുക്ക് അവിടെ പോയിട്ട് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇൻഷോട്ട് എന്ന് പറഞ്ഞാൽ അത് കളയാൻ പോവാണ്. അതിൻ്റെ ലോഗോ. അപ്പോൾ നമ്മളവിടെ ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞ് കാണും. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ അതങ്ങ് പൊയ്ക്കോളും. കണ്ടോ, അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഇൻഷോട്ടിനെ കുറിച്ച് അറിയാവുന്നവർക്കും എന്നാൽ കുറച്ച് മാത്രമേ അറിയാവുന്നവർക്കുള്ളതാണ്. പിന്നെ വോയിസ് ഗിൽറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ കാണും. നമ്മുടെ വോയിസ് മാറ്റാൻ വേണ്ടി നമുക്ക് കുഞ്ഞു പിള്ളേരെ സൗണ്ട് ആക്കാം, വലിയവരെ ആക്കാം, അങ്ങനെയൊക്കെയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തു നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. വേണ്ട എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിയോ കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമ്മൾ ഓഡിയോയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ നിൽക്കി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. കണ്ടോ, അത് ഓണാക്കണം. എന്നിട്ട് നമുക്ക് പറയാം കേട്ടോ. നമുക്ക് റെക്കോർഡ് ചെയ്യാം. അവിടെ പിന്നെ ഒരു മ്യൂസിക്കിൻ്റെ ചിഹ്നം കാണിക്കും. അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക്കൊക്കെ എടുക്കാം. അത് കഴിഞ്ഞ് മൈ മ്യൂസിക് കാണും, ഗിൽറ്റർ കാണും. ഗിൽറ്ററിൽ ചെന്നാൽ പിന്നെ തീയുടെ സൗണ്ട്, കാറിൻ്റെ സൗണ്ട്, കുട്ടികളുടെ വോയിസ് അങ്ങനെയൊക്കെ കാണും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ AIയോട് പോയി പറയാൻ പോവാണ് നമ്മുടെ വോയിസ് മാറ്റാൻ വേണ്ടി. അപ്പം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്കാം. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആക്കാം. ഞാനപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നോക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ AI സ്പീക്ക് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മേളിൽ കണ്ട് ടിക്ക് നെക്കിക്കഴിഞ്ഞാൽ അത് വരും. പിന്നെ അവിടെ ഒരു പച്ച ഇത് കണ്ടോ, അതിൽ നെക്കിക്കഴിഞ്ഞ് ഇതുപോലെ ഇൻഷോട്ടിൻ്റെ ലോഗോ വരും. അത് കഴിഞ്ഞ് അത് ശരിയാവും. കുറച്ച് സമയം എടുക്കും. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇൻഷോട്ടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയും ഇത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ബാക്കിയും കൂടി ഇടുന്നതായിരിക്കും. എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ നേരെ ഇറങ്ങി നമ്മുടെ വീഡിയോ സെറ്റാകും. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.